ദുരൂഹത വിട്ടൊഴിയാതെ കണ്ണൂർ ഐഡിയും നവീൻ ബാബുവിന്റെ മരണം. ഇപ്പോഴിതാ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോഴും ദുരൂഹമായ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം ജാമ്യം നിഷേധിച്ച കോടതി പിന്നീട് ഇവർക്ക് ജാമ്യം നൽകി. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ലാത്ത നവീന്റെ കുടുംബം അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ആദ്യം മുതലേ കുടുംബം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനെ എതിർക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. സർക്കാർ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോഴും അവരുടെ സംശയങ്ങളിൽ സർക്കാർ മുഖം തിരിക്കുന്നതിന് കാരണമെന്താവും? എന്തിനാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുന്നത്? ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കണം. അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മാത്രം ആവശ്യമല്ല, നീതിന്യായ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഓരോ പൗരന്റെയും ആവശ്യം കൂടിയാണ്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന കുടുംബത്തിന്റെ സംശയം അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപും ശേഷവും അരങ്ങേറിയത്. കണ്ണൂരിൽ നിന്നും സ്ഥലം മാറി പോകുന്ന നവീൻ ബാബുവിനായുള്ള അനുമോദന ചടങ്ങിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ എത്തുന്നു. ചടങ്ങിൽ വെച്ച് നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ശേഷം ചടങ്ങ് അവസാനിക്കുന്നതിന് മുൻപ് ഇറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ തിരികെ തന്റെ വീട്ടിലെത്തുമെന്ന് വാക്കുപറഞ്ഞിരുന്ന നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ പമ്പുടമയായ പ്രശാന്തൻ നവീനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിക്കുന്നു. അതിനായി ഒരു തെളിവ് നൽകുന്നു. അത് ഉണ്ടാക്കിയെടുത്തതാണെന്ന് പിന്നീട് തെളിയുന്നു. തുടർന്ന് നവീൻ ബാബുവിനെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഇപ്പോഴിതാ നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൈക്കൂലി നൽകിയതായി തെളിയിക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. പ്രശാന്തന്റെ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കാൻ കാലതാമസമെടുത്തെന്നും പിന്നീട് കൈക്കൂലി ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയ ശേഷം മാത്രമാണ് പെട്രോൾ പമ്പിന് അനുമതി നൽകിയതെന്നുമുള്ള ആരോപണമാണ് നവീനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നവീൻ നടപടികളിൽ കാലതാമസം വരുത്തിയിട്ടില്ലെന്ന കാര്യം അന്ന് തന്നെ തെളിഞ്ഞതാണ്. നവീനെതിരെയുള്ള കൈക്കൂലി ആരോപണവും പരാതിയും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം മാത്രമാണ് പ്രശാന്തൻ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. നവീനെതിരെയുള്ള അന്വേഷണത്തിൽ അയാൾ കുറ്റക്കാരനല്ലെന്ന് തെളിയുമ്പോൾ പിന്നെന്തിനാണ് അദ്ദേഹത്തിനെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിച്ചതെന്ന ചോദ്യമാണ് ഉയരുന്നത്. നവീൻ ബാബുവിനെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതെന്തിനെന്നും അറിയേണ്ടതുണ്ട്. ഗൂഢാലോചന സംബന്ധിച്ച കേരള പോലീസിന്റെ അന്വേഷണത്തിലാണ് കുടുംബം ഇപ്പോൾ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള പോലീസ് അന്വേഷണം തുടർന്നാലും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിൽ കാലതാമസമെടുത്താലും നിലവിൽ നവീൻ അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അതവർ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ജനുവരി 6 വരെ കോടതി അവധിയായതിനാൽ വാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്.